നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മകം നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. മകം പിറന്ന മങ്ക എന്നൊരു വായ്മൊഴി നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പുരുഷയോനിയിൽപ്പെടുന്ന ഈ നക്ഷത്രത്തിന് എന്തുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്? ഒരുപക്ഷെ മകം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും വളരെ കുലീനതയോടുകൂടിയ മുഖശോഭയുള്ളവരും നല്ല നീളമുള്ള മുടിയോടുകൂടിയവരും നൃത്താദി കലകളിൽ താല്പര്യമുള്ളവരുമായി കണ്ടുവരുന്നതിനാലാകാം മകം പിറന്ന മങ്ക എന്ന പേര് ഇവർക്ക് വരുവാനുള്ള കാരണം. നൃത്തത്തിൽ മാത്രമല്ല, മറ്റ് സംഗീതാദി കലാരംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും ഇവർ വളരെയധികം ശോഭിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ ഇവർക്ക് ഔദ്യോഗിക ജീവിതത്തോട് അത്രയധികം താല്പര്യമില്ലാത്തവരാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ അത്രയധികം ശോഭിക്കുന്നതായി കണ്ടുവരുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇവർ തന്നിഷ്ടക്കാരെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ളവരും ആത്മാഭിമാനം കൂടുതലായി ഉള്ളവരും ആരെയും ആവശ്യത്തിൽ കവിഞ്ഞ് വകവച്ചു കൊടുക്കാത്തവരുമായതിനാൽ ആണ്. ഇത് കാരണം ഔദ്യോഗിക രംഗങ്ങളിൽ മേലധികാരികളുമായി നല്ല രീതിയിൽ ഒത്തുചേർന്ന് പോകുവാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു നുകത്തിൻ്റെ ആകൃതിയിൽ മിന്നിത്തിളങ്ങുന്ന 4 നക്ഷത്ര സമൂഹമാണ് മകം നക്ഷത്രം. രാജധാനിയിലെ സിംഹാസനത്തോടു കൂടിയ മണ്ഡലമാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദം, അതായത് മകം നക്ഷത്രം തുടങ്ങി ആദ്യം വരുന്ന 15 നാഴിക ഗണ്ണാന്തത്തിൽപ്പെട്ടതാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ അവസാന 1.5 മണിക്കൂർ, അതായത് 3.25 നാഴികയും മകം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂറും ചേർന്ന 3 മണിക്കൂർ സമയം ഗണ്ണാന്ത സന്ധ്യ എന്ന ദോഷസമയമാണ്. എന്നാൽ ജാതകത്തിൽ നല്ല രാജയോഗങ്ങളുണ്ടെങ്കിൽ ദോഷപരിഹാരം ആകും. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ കേതുവുമാണ്. കേതുർദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത്. അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ്. അംഗീരസ് ഗോത്രത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. അംഗീരസ് സപ്തർഷികളിൽ ഒരാളും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമാണ്. അഗ്നിയിൽ നിന്നും ജനിച്ചതിനാൽ ആണ് ഇദ്ദേഹത്തിന് അംഗീരസ് എന്ന പേരുണ്ടായത്. ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം ജലവും മൃഗം എലിയും പക്ഷി ചെമ്പോത്ത് അഥവാ ഉപ്പനും വൃക്ഷം പേരാലുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ 1 ഒന്നോ ഒന്നിൽ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ ആയ സംഖ്യകൾ ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. സംഖ്യകളെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടി വരുമ്പോൾ 1 ലഭിക്കുന്നതെങ്കിൽ ആ സംഖ്യയും ഇവർക്ക് നല്ലതാണ്. 2, 3 എന്നീ സംഖ്യകളും നല്ലതാണ്. എന്നാൽ സംഖ്യ 8 ഇവരുടെ നിർഭാഗ്യസംഖ്യയാണ്. ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സാണ് ഇവരുടേത്. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ നിന്നും ഇവരെ പിന്മാറ്റുക എന്നത് ശ്രമകരമായ കാര്യമാണ്. സഹകരണ മനോഭാവത്തോടു കൂടിയവരാണ് ഇവരെങ്കിലും ആ സഹകരണം എല്ലാവരോടും വെച്ചു പുലർത്താറില്ല. സഹകരണത്തിൽ മിതത്വം സൂക്ഷിക്കുന്നവരാണിവർ. മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മാംസള ശരീരപ്രകൃതിയോടു കൂടിയവരും ആയിരിക്കും. ഇവരിൽ പലരും അല്പം കുടവയർ ഉള്ളവരും ആയിരിക്കും. ഇവരിൽ ചിലർക്ക് തോളിന് സമീപത്തായി മറുകടയാളം കാണാറുണ്ട്. മനോഹരമായതും വശ്യതയാർന്നതുമായ കണ്ണുകളോടുകൂടിയവരായിരിക്കും ഇവർ. ചെയ്യുന്ന ജോലികളിലെല്ലാം തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരായിരിക്കും ഇവർ. എവിടെ പോയിരുന്നാലും ആരുമായി ഇടപഴകിയാലും ഇവരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകത ഇവരിൽ ഉണ്ടായിരിക്കും. ഈ നക്ഷത്രജാതർ കഠിനാധ്വാനികളും മറ്റുള്ളവരെ തങ്ങളുടെ പ്രവൃത്തികളിൽ കൂടി അതിശയിപ്പിക്കുന്നവരും ആയിരിക്കും. ഇവരിൽ വളരെയധികം പിതൃഭക്തി കണ്ടുവരുന്നു. എങ്കിലും ചിലപ്പോൾ
നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിതാവുമായി പിണങ്ങുന്നവരുമായിരിക്കും ഇവർ. വളരെയധികം ബുദ്ധിശക്തിയും വിജ്ഞാന തൃഷ്ണയുമുള്ളവരാണിവർ. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ചിലർ ഭാര്യയ്ക്ക് വശംവദരായും തീരുന്നതായി കാണുന്നുണ്ട്. ശൂരന്മാരും ധനവാന്മാരുമാണ് ഇവരെങ്കിലും മറ്റുള്ളവരോട് വിനയാന്വിതരായിരിക്കും. എന്നാൽ ദ്രോഹിക്കുന്നവരെ ഒരിക്കലും മറക്കാത്ത ഇവർ ചിലപ്പോൾ ക്രൂരമായി പെരുമാറിയെന്നും വരാം. സഹോദരി സഹോദരന്മാരെയും മറ്റും ഉള്ളഴിഞ്ഞ് സഹായിക്കുന്ന ഇവർക്ക് തിരിച്ചിങ്ങോട്ട് കാര്യമായ സഹായം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മകനക്ഷത്രത്തിൽ പിറന്നവർ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ആലോചിച്ച് ബുദ്ധിപൂർവകമായി കൈകാര്യം ചെയ്യാറുള്ളൂ. അതിനാൽ തന്നെ ഇവർക്ക് സാമ്പത്തിക നഷ്ടം അധികം ഉണ്ടാകാറില്ല. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. എപ്പോഴും സൗഹൃദം നിലനിർത്താൻ പ്രയത്നിക്കുന്നവരായിരിക്കും ഇവർ. സഞ്ചാരം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെങ്കിലും ആവശ്യത്തിന് മാത്രമേ സഞ്ചാരം ചെയ്യാറുള്ളൂ. അലഞ്ഞുതിരിഞ്ഞ് നടക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കാര്യങ്ങളിലും സ്ഥിരത ഇഷ്ടപ്പെടുന്ന ഇവർ ജീവിതത്തിലും പ്രവൃത്തികളിലും ഇടയ്ക്കിടെയുള്ള മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധിച്ചെടുക്കാൻ കഴിവുള്ളവർ ആണിവർ. സ്വാശ്രയ ജീവിതം ഇഷ്ടപ്പെടുന്ന ഇവർ ആരുടെ മുന്നിലും അന്തസ്സും ആദർശവും അടിയറവ് വയ്ക്കുവാൻ തയ്യാറാകുകയില്ല. സമൂഹത്തിൽ ഇവരുടെ നിലവാരത്തെയും പ്രതിച്ഛായയെയും മുൻനിർത്തിയുള്ളതായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും. ഈശ്വരഭക്തിയും ഗുരുത്വവും ഇവരുടെ രണ്ട് സ്വഭാവഗുണങ്ങളാണ്. ജാതകത്തിൽ മറ്റ് പ്രതിബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലായെങ്കിൽ ഇവർ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരായിത്തീരുന്നു. പങ്കാളിയുമായി രമ്യതയിൽ വർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഇവരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. സന്താനങ്ങളിൽ നിന്നുമുള്ള സന്തോഷം കിട്ടാനുള്ള യോഗവും ഇവർക്കുണ്ട്. ചിലപ്പോൾ എതിരാളികളോട് നിർദ്ദയമായി ഇവർ പെരുമാറാമെങ്കിലും പൊതുവെ ദയാശീലരും വിശാലഹൃദയരും സഹജീവി സ്നേഹമുള്ളവരുമായിരിക്കും ഇവർ. കേതുർദശയിൽ ജനിക്കുന്ന ഇവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രൻ, 6 വർഷം സൂര്യൻ, 10 വർഷം ചന്ദ്രൻ, 7 വർഷം ചൊവ്വ, 18 വർഷം രാഹു, 16 വർഷം വ്യാഴം, 19 വർഷം ശനി എന്നീ ക്രമത്തിലാണ് മറ്റ് ദശാസംവത്സരങ്ങൾ. കേതുർദശ ആകെ 7 വർഷമേ ഉള്ളൂ. അതിനാൽ വളരെ ബാല്യത്തിലെ, അതായത് 7 വയസ്സിനുള്ളിൽ തന്നെ ഇവരുടെ ശുക്രദശ ആരംഭിക്കുന്നു. ശുക്രൻ സുകുമാരകലകളുടെയും അഭിനയത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മറ്റും കാരക ഗ്രഹമാകയാൽ ഇവരുടെ ജാതകത്തിൽ ശുക്രൻ ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് കലകളോട് ആഭിമുഖ്യം ഉള്ളവരായിത്തീരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ നൃത്താദി കലകളിൽ പ്രാവീണ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല അഭിനേത്രികളോ നൃത്തരംഗങ്ങളിലും മറ്റും വളരെയധികം ശോഭിക്കുന്നവരോ ആയിത്തീരാം. അതിനാൽ കൂടിയാകാം മകം പിറന്ന മങ്ക എന്ന വിശേഷണത്തിന് പിന്നിലെ രഹസ്യം. ആൺകുട്ടികൾക്കും ചെറുപ്രായത്തിൽ വരുന്ന ഈ ശുക്രദശ അവരെ കലാരംഗങ്ങളിൽ ആഭിമുഖ്യം ഉള്ളവരാക്കി തീർക്കുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഭിനയകല, ബാങ്കിങ്, വ്യവസായം, ജഡ്ജിമാർ, വക്കീൽ, രാഷ്ട്രീയം, മെഡിക്കൽ ഫീൽഡ്, ആയുധ നിർമ്മാണം, ലൈബ്രറിയൻ, അഡ്മിനിസ്ട്രേറ്റർ, മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, സൂപ്പർവൈസർ, പണം പലിശയ്ക്ക് കൊടുക്കുക, സാംസ്കാരിക വകുപ്പ് എന്നീ മേഖലകളിൽ കൂടുതൽ ശോഭിക്കുവാൻ കഴിയും. മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഉത്രം, ചിത്തിര, വിശാഖം, പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നതും ഇവരുമൊത്തുള്ള കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും കലാബോധവും ഉള്ളവരായിരിക്കും. ഇവരിൽ പലർക്കും ചുരുണ്ടതും ഇടതൂർന്നതും നീളമുള്ളതുമായ മുടിയുണ്ടായിരിക്കും.
അസാമാന്യ വ്യക്തിത്വം പുലർത്തുന്ന ഇവർക്ക് ഗാർഹികവും ഔദ്യോഗികവുമായ രംഗങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടാകും. സ്വന്തം കുലത്തോടും സ്വജനങ്ങളോടും കൂടുതൽ കൂറു പുലർത്തുന്ന മകം നക്ഷത്രക്കാരികൾ ഭർത്തൃപരിചരണത്തിലും മുൻപന്തിയിലായിരിക്കും. സന്താനഭാഗ്യത്തോടു കൂടിയവരുമായിരിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ഇനി മകം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിലും ജനിച്ച സ്ത്രീക്കും പുരുഷനും ചില പ്രത്യേക ഫലങ്ങളും അനുഭവത്തിൽ വരാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. മകം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ, അതായത് ഗണ്ണാന്ത പാദത്തിൽ ജനിക്കുന്നവർ വലിയ ത്യാഗം ചെയ്യാൻ സന്നദ്ധരായിരിക്കും. പൊതുകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുന്ന ഇവർ അന്യരുടെ ഗുണത്തിനായി സ്വജീവിതം പോലും ചിലപ്പോൾ സമർപ്പിക്കാൻ മടിയില്ലാത്തവരായിരിക്കും. ഇവർ പുളിരസത്തിലും എതിർലിംഗങ്ങളിലും അധികം താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഇവർ ക്ഷിപ്രകോപികളും ശോഷിച്ച കാലുകളോടുകൂടിയവരും മൂക്കിൻ്റെ അറ്റത്ത് ചെറിയ ചുവപ്പോടുകൂടിയവരുമായിരിക്കും. വലിയ ശിരസും മാംസളമായ മാറിടവുമുള്ള ഇവർ എല്ലായ്പ്പോഴും ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. ഇവർ യോദ്ധാവുമായി തീരാൻ സാധ്യതയുണ്ട്. മകം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ അല്പം നീണ്ട ശിരസോടുകൂടിയവരായിരിക്കും. തീക്ഷ്ണ ദൃഷ്ടിയോടുകൂടിയ ഇവരുടെ കൈകൾ നീണ്ടതായിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ വിരിഞ്ഞ മാറിടത്തോടു കൂടിയവരും വാചാലരുമായിരിക്കും. ഇവരുടെ കണ്ണുകൾ ചുവന്നതും ഇവർ ത്യാഗികളുമായിരിക്കും. ഇവരുടെ കഴുത്ത് മാംസളമായിരിക്കും. മകം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിക്കുന്നവർ മൃദുലമായതും വശ്യതയാർന്നതുമായ ശരീരപ്രകൃതിയോടു കൂടിയവരായിരിക്കും. ഇവരുടേത് വലിയ കണ്ണുകളായിരിക്കും. മാർദ്ദവമേറിയ മുടിയും ബലിഷ്ഠമായ കൈകാലുകളും അല്പം പരുക്കൻ ശബ്ദവുമായിരിക്കും ഇവരുടേത്. ചെറിയ കുടവേർ ഉള്ളവരുമായിരിക്കും ഇവർ. ഇവയൊക്കെയാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതുവായ വിശേഷണങ്ങൾ. ജാതകത്തിലെ ഓരോരുത്തരുടെയും പ്രത്യേക ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇവയിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇതിൽ പറയുന്ന ഫലങ്ങൾ ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അക്കാര്യം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.